ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോഡ്. നിങ്ങൾ എല്ലാവരും ദേ മിസ്സേ പ്രഡിക്ഷൻ വീഡിയോ ഹിന്ദി 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 എന്ന് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. മിസ് അത് അറിഞ്ഞിട്ടുണ്ട്. ദേ നിങ്ങൾ ഇന്നത്തെ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉഷാറായിട്ട് ഇരിക്കുകയായിരിക്കും. മിസ് ഇന്ന് ദേ ഇവിടെ നിങ്ങൾക്ക് ഹിന്ദിയിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ നോക്കിയാലോ, ഹിന്ദി നമ്മുടെ എക്സാം ആയിട്ടുണ്ട്. അപ്പൊ മിസ് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ പ്രഡിക്ഷനും ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ നോക്കിയാലോടാ, സെറ്റ് അല്ലേ? എല്ലാരും ഉഷാറല്ലേ? ഓക്കെ, അപ്പൊ മിസ് ഇതേ പറയുന്നുണ്ട്, നോക്കിക്കോളൂ. യെസ്, എന്താണ്, നിങ്ങൾക്ക് ആകെ 4 ചാപ്റ്റേഴ്സ് ആണ് എക്സാമിന് വരുന്നത് അല്ലായിരുന്നോ? 4 ചാപ്റ്റർ ആണ്. ഏതൊക്കെയായിരുന്നു? പേർഡ് ഉണ്ട്, ജൂലിയ ഓർ ലൂണ ചാപ്റ്റർ, ഹച്ചി കി കഹാനി, പിന്നെ ഏതായിരുന്നു? ബാബ ഓർ ബാബ കി ചടി ആയിരുന്നു. അപ്പൊ നമുക്ക് നോക്കിയാലോ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ആയിരിക്കുമെന്ന്. ഫസ്റ്റ് നോക്കിയേ, എന്താണ്? പേർഡ് കവിതാക്ക ആശയ ലിഖേ. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് കവിതയുടെ ആശയം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ എന്താണ് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഇടാ? സമ്പത്ത് പഹ്ചാനെ ജോഡെ ബനായം. എന്താണ്? നിങ്ങളോട് ബന്ധം തിരിച്ചറിഞ്ഞിട്ട് മാച്ച് ആക്കി എഴുതാൻ വേണ്ടിയിട്ട് പറയും. നിങ്ങൾക്ക് വരാറുണ്ടല്ലോ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. പിന്നെന്താടാ? പ്രകൃതി സംരക്ഷൺ കാ സന്ദേശ് ദേത്തെ ഹുയെ പോസ്റ്റർ തയ്യാർ കരേ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റേഴ്സ് ഒരുപാടെണ്ണം മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? പ്രകൃതി സംരക്ഷണത്തിന്റെ പോസ്റ്റർ, പിന്നെ പേർഡ് സംരക്ഷൺ. ഓക്കെ, പ്രകൃതി സംരക്ഷണവും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തും കൂടെ വരാം, പേർഡ് സംരക്ഷണം ചോദിക്കാം. അതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം മക്കളെ. നന്നാക്കിയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ എന്താടാ വന്നിരിക്കുന്നത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പഹ്ചാൻ കർ ലിഖേ കി കോൺ സാ വികൽപ് പൂർണ്ണ രൂപ് സേ സഹി ഹേ. നിങ്ങൾക്ക് ഒരു ബോക്സ് തരും, എന്നിട്ട് എന്താണ് അത് ഏതാണ് മാച്ച് ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ച് എഴുതാൻ വേണ്ടിയിട്ട് പറയും. നിങ്ങൾക്ക് ഒരു ബോക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. നമ്മൾ SCRT ക്വസ്റ്റ്യനിൽ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞത് ബോക്സ് തന്നിട്ട് അതൊന്നും ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് വരുമെന്ന്. പിന്നെ എന്താടാ? കോഷ്ടക് ശബ്ദോം കി സഹായത സേ വാക്യ വിസ്താർ കരേം. എന്താണ്? കോഷ്ടക് ബ്രാക്കറ്റിലുള്ള ആ വാക്കുകളുടെ സഹായത്താല് വാക്യങ്ങളെ വലുതാക്കി എഴുതാൻ. വേർഡ് പിരമിഡ് ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് എന്താടാ? പ്രകൃതി സംരക്ഷൺ കാ സന്ദേശ് ദേത്തെ ഹുയെ ടിപ്പണി. പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ചുള്ള ഒരു ടിപ്പണി നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. നന്നാക്കി പഠിച്ചു വെച്ചോ. ഏത് വേണേലും നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാം ഈച്ച് ആൻഡ് എവ്രി വൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെടാ. ഓക്കെ, അടുത്ത ഏതാണ്? നമ്മുടെ ഹാച്ചി കി കഹാനി ആയിരുന്നു. ആ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? പഹ്ചാൻ കർ ലിഖേ കി കോൺ സാ വികൽപ് പൂർണ്ണ രൂപ് സേ സഹി. തൊട്ട് മുൻപ് ചാപ്റ്ററിൽ മിസ് പറഞ്ഞത് എന്താണ്? ബന്ധം കണ്ടെത്തി മാച്ച് ആക്കി എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നും വരാം. പഹ്ചാൻ കർ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക എന്നാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? UNOM के इंतजार में बैठे 1935 में हाची ने दम तोड़ दिया इस पर समाचार. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? നിങ്ങൾക്ക് ഒരു ന്യൂസ് പേപ്പർ, ഒരു റിപ്പോർട്ട്, വാർത്ത തയ്യാറാക്കാൻ വരും. ഓക്കെ അല്ലേ? ഹാച്ചിയുടെ കഹാനി എന്നൊരു വാർത്ത, മരണത്തിനെ കുറിച്ചിട്ട് അവൻ മരിച്ചു, കാത്തിരുന്നു മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഏത് ടൈപ്പ് വരാം? സഹി മിലാൻ കരേ എന്ന് പറഞ്ഞാൽ എന്താണ്? മാച്ച് ചെയ്തിട്ട് ശരിയാക്കിയിട്ടുള്ളത് എഴുതിയെടുക്കുക. അല്ലായിരുന്നോ? സഹി മിലാൻ കരേ ക്വസ്റ്റ്യൻ വരും. പിന്നെ എന്താണ്? പ്രൊഫസർ കി പത്നി അപ്നി പതി കി ഖബർ പർ ഫൂൽ ചടാനെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൂ വെക്കാൻ വേണ്ടിയിട്ട് തന്റെ ഹസ്ബൻഡിന്റെ ശവകുടീരത്തിനടുത്തേക്ക് വന്നപ്പം ഹാച്ചിയെ കണ്ടു എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് ഡയറിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. പ്രൊഫസറിന്റെ വൈഫിന്റെ എന്താണ്? ഡയറി ചോദിക്കും. ഓക്കെ അല്ലേ? ഡയറി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബാത്ചീത്ത് തയ്യാർ കരേ. ബാത്ചീത്ത് കോൺവെർസേഷൻ വരും. ആരതാണ്? പ്രൊഫസറിന്റെ പത്നിയും ഹാച്ചിയും തമ്മിലുള്ള കോൺവെർസേഷനും ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന്. നെക്സ്റ്റ് എന്താടാ? ഭാഗ്യ കാ മാര ക്യോം കഹാ ഗയാ. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 മാർക്കിനോ 3 മാർക്കിനോ ഒരു ചോദ്യമായിട്ട് വരാം. എന്താണ്? ഭാഗ്യ കാ മാര എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മിസ് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അൺലക്കി ആണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന്. പിന്നെ എന്താണ്? വീണ്ടും നിങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് വരാം. കോഷ്ടക് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ആണ്. ബ്രാക്കറ്റിലുള്ള വാക്യങ്ങളുടെ സഹായത്താല് വലുതാക്കി വാക്യ വിസ്താർ കരേം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാം. ഏത് ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 4 ചാപ്റ്ററിൽ നിന്നും, ചിലപ്പം ഏതിൽ നിന്നും ചോദിക്കാം. ഒന്നാമത്തേന്നോ രണ്ടാമത്തേന്നോ ഒക്കെ ചോദിക്കാം വാക്യങ്ങളെ വലുതാക്കി എഴുതാൻ. പിന്നെ എന്താണ്? हाथी के इंतजार के बारे में प्रोफेसर की पत्नी ने अपनी बेटी के नाम पर पत्र लिखा. എന്താണ്? പ്രൊഫസറിന്റെ ഭാര്യ തന്റെ മകളുടെ പേരിൽ ഒരു പത്ര എന്ന് പറഞ്ഞ ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്ററും നിങ്ങൾക്ക് തയ്യാറാക്കാൻ വരാം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ ഈ ചാപ്റ്ററിൽ നിന്ന്. പിന്നെ എന്താണ്? ജൂലി ഓർ ലൂണ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്? നോക്കിക്കോളൂ. എന്താണ്?
എന്താണ് ബാത്ചീത് തയ്യാർ കരേം. ലാസ്റ്റ് നിങ്ങൾ നോക്കുക ക്വസ്റ്റ്യന്റെ ബാത്ചീത്ത് ആണ്, കോൺവെർസേഷൻ ആണ്. ആര് തമ്മിലുള്ളതാണ് ദേബാദാ കരേം ഹം കി കിസി ബി പേഡ് കോ കബി നെയ് കാട്ടോങ്കോ. എനിക്ക് വാക്ക് തരൂ, ഇവിടുത്തെ ഒരു മരങ്ങളെയും നശിപ്പിക്കില്ല, മുറിക്കില്ല എന്ന് വാക്ക് തരൂ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആര് തമ്മിലുള്ളതാണ്? സേട്ടും നമ്മുടെ ജൂലിയയും തമ്മിലുള്ള കോൺവെർസേഷൻ വരാം, കോൺവെർസേഷൻ. പിന്നെന്താണ്? കഹാനി के आधार पर പ്രകൃതി സംരക്ഷൺ കെ ലിയേ एक ടിപ്പണി. പ്രകൃതി സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു ടിപ്പണി. ഒന്നെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രകൃതി സംരക്ഷണം വരാം, അല്ലെങ്കിൽ പേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് വരാം. ലഘുലേഖനം ചോദിക്കും. പിന്നെ എന്താടാ? ഏക് പാത്രചിത്ര തയ്യാർ കരേം. പാത്രചിത്രം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ച് ആണ്. ജൂലിയയുടെ ചാപ്റ്ററിൽ നിന്ന് ആരെ ക്യാരക്ടർ സ്കെച്ചാ ചോദിക്കുക? ജൂലിയയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും മക്കളെടുത്ത്. പിന്നെ എന്താണ്? സമാചാർ തയ്യാർ കരേം. ദേ വീണ്ടും വന്നു. സമാചാർ എന്താണ്? വാർത്തയാണ്. ആ വാർത്ത ചോദിക്കാം ഈ ചാപ്റ്ററിൽ നിന്ന്, ജൂലിയയുടെ ചാപ്റ്ററിൽ നിന്ന് മരം മുറിക്കുന്ന ആ സിറ്റുവേഷനെ കുറിച്ചിട്ടും അവള് മരത്തിനെ സംരക്ഷിച്ചതും എല്ലാം പറഞ്ഞിട്ട് ഒരു വാർത്ത വരാം. പിന്നെന്താണ്? സാർത്ഥക് വാക്യ ബനായേ നീച്ചേ ദിയേ ചിത്രക്കെ. പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് താഴെ ഒരു എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചിത്രം തരും. ഒരു ബോക്സിൽ ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിന് മാച്ച് ആയിട്ടുള്ള വാക്യം എഴുതാൻ വേണ്ടിയിട്ട് പറയും. മനസ്സിലായോ? ഇത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്. അപ്പൊ മരം മുറിക്കുന്ന ഒരു ചിത്രമോ എന്താണ് പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു ചിത്രമോ തന്നിട്ട് അതിന് മാച്ച് ആയിട്ടുള്ള വാക്യങ്ങൾ എഴുതാൻ പറയും. മേ ബി വരാം. ഓക്കെ, ലാസ്റ്റ് എന്താടാ? വികൽപ്പ് പൂർണ്ണ രൂപ് സേ സഹി ഹേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പഹ്ചാൻ കർ ലിഖേ. കണ്ടെത്തി എഴുതുക മാച്ച് ആയിട്ടുള്ളത്. അത് ഏത് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാം കേട്ടോ. മാച്ച് ആയിട്ടുള്ള ബോക്സ് ഇങ്ങനെ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് വരും. ലാസ്റ്റ് ഏതാടാ? നമ്മുടെ ബാബ ഓർ ബാബ കി ചടി ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതില് ടിപ്പണിയാണ്. ടിപ്പണി പഠിച്ചു വെക്കണം. ടിപ്പണി വരും. പിന്നെ എന്താടാ? ഇസ്കെ ലിയേ പോസ്റ്റർ തയ്യാർ കരേം. പോസ്റ്റർ ആണ്. എന്തിനെ കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? വിശ്വ ബുജുർഗ് ദിവസ് എന്ന് പറഞ്ഞ വയോജന ദിവസമാണ്, പ്രായമായിട്ടുള്ളവരുടെ. അപ്പം എന്ത് തയ്യാറാക്കാൻ? അതിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ സ്കൂളില് അവരെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തുകയാണ്. അതിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ ആണ്. പോസ്റ്റർ വരാം കേട്ടോ. പ്രായമായിട്ടുള്ളവരെ കുറിച്ചിട്ടുള്ള പോസ്റ്ററും നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. അവരെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റർ. പിന്നെന്താണ്? ബാബ ഓർ ബാബ കി ചടി ദോനോ മഗേലെ ചൽ നഹീം സക്താക്യോ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അവർ ഒരുമിച്ച് നടക്കില്ല, ബാബയും ബാബയുടെ ചടിയും. എന്തുകൊണ്ടാണ്? ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ 2 മാർക്കിന് വരും. ലാസ്റ്റ് എന്താണ്? ലഘുലേഖ് തയ്യാർ കരേ. നമ്മുടെ ബാബ ഓർ ബാബ കി ചടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കവിതയെ കുറിച്ചിട്ട് ലഘുലേഖനം. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ലഘുലേഖനം എന്തിനെ കുറിച്ചിട്ടാണ്? നിങ്ങൾക്ക് പ്രായമായിട്ടുള്ളവരെ അല്ലെ, ബുജുർഗ് പ്രായമായിട്ടുള്ളവരെ സംരക്ഷിക്കണം, അവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലഘുലേഖനം ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ചോദിക്കാം. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസും നന്നാക്കി നോക്കി വെക്കണം. അത്യാവശ്യം എല്ലാ ചാപ്റ്ററിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മിസ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? എല്ലാവരും നന്നാക്കി പഠിക്കണം. സെറ്റ് അല്ലേ?